മാഡം മാഡത്തിന് കോൺഗ്രസ് നേതാക്കളിൽ കെ സുധാകരനെയാണോ എം ഹസനെയാണോ ഇഷ്ടം? ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏത് നേതാവ് എന്നുള്ള നിലയിൽ? നേതാവ് എന്നുള്ള നിലയ്ക്ക് കെ സുധാകരനാണ്. കെ സുധാകരനെയാണ് ഇഷ്ടം. കെ സുധാകരനാവാൻ കാരണം എം ഹസനാണ് ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന സുഹൃത്ത്, അച്ഛനൊക്കെ. പക്ഷെ ഹസന് അങ്ങനത്തെ ഒരു, അദ്ദേഹം അങ്ങനെ എപ്പോഴും ആൻ്റണി അല്ല, മാസ് ലീഡർ അല്ല എന്നുള്ളതിന് പുറമെ ആൻ്റണിയുടെയൊക്കെ ഷാഡോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ട് മുമ്പോട്ട് വന്ന് പറയുക അങ്ങനെയൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ കെ സുധാകരൻ, VD സതീശൻ, അങ്ങനെയൊക്കെ ഉള്ളവരെ കണക്ക്. അപ്പം യങ്ങർ ലീഡേഴ്സ് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, അങ്ങനെയൊക്കെ ഉള്ളവരെ കണക്ക് ഒന്നും വന്ന് ഈ എക്സ്പ്ലോസീവായിട്ടൊന്നും പറയില്ല. ക്രൗഡ് പുള്ളറല്ല. ഹസൻ അവിടെ എല്ലാവരുടെയും തണലിൽ നിന്ന് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പറയുക. ഉമ്മൻചാണ്ടിയുടെയും ധീരപടനാണെങ്കിലും നിഴലിൽ മാത്രം നിൽക്കുക. പക്ഷെ ഇപ്പോൾ അതായത് ഇപ്പം ആക്ടിങ് പ്രസിഡന്റ്. അത് പക്ഷേ ഈ ഇലക്ഷൻ്റെ ഇത് കാരണമാണ്. അവിടെയാണ് ഒരു ചോദ്യചിഹ്നം വരുന്നത്. ജൂൺ 4 വരെയാണ് സമയം. അപ്പം സുധാകരൻ്റെ ഇത് അതിലേക്കാണ് വരുന്നത്. ഈ സുധാകരൻ കണ്ണൂരിൽ തോറ്റാൽ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ പലർക്കും എതിർപ്പുണ്ട്. അത് ഒരു പരിധിവരെ സുധാകരൻ്റെ നാവ് പിഴയാണ്. കാരണം സതീശനുമായിട്ട് ഒന്നിലേറെ സംഭവങ്ങൾ നമ്മളെല്ലാ ദിവസവും TV കാണുന്നുണ്ടതെല്ലാം. അവിടെ അതിലോട്ട് പോകണില്ല. ആ നാവ് പിഴ ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ആവുമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ വേറെ എന്ന് പറയാനുള്ള ഈ ഇത്രയും മുതിർന്ന ആൾക്കാരെ കൊണ്ടുവരാതെ ഇതിനേക്കാൾ കുറച്ചും കൂടെ പ്രായം കുറഞ്ഞിട്ടുള്ളവരാ എന്തുകൊണ്ട് പാർട്ടി കൺസിഡർ ചെയ്യുന്നില്ല? പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വളരെ നന്നായി അദ്ദേഹം അസ്വാരസ്യങ്ങൾ സാധാരണ കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് തമ്മിൽ തല്ലും ഗ്രൂപ്പ് പോരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പിനെ നന്നായി നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഹസനുള്ള പ്ലസ് പോയിന്റ്. അതുകൊണ്ടാണ് തൽക്കാലം അദ്ദേഹത്തിനെ മാറ്റിയിട്ട് സുധാകരനെ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ, ആലോചന വന്നപ്പോൾ കോൺഗ്രസിൽ തന്നെ പലർക്കും എതിർപ്പുള്ളത് അതുകൊണ്ടാണ്. ഹസൻ തുടരുമോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സുധാകരൻ വരണോ വേണ്ടയോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു രണ്ട് മനസ്സാണ്. രണ്ട് മനസ്സും രണ്ട് അഭിപ്രായവും ഉണ്ട്. കാരണം ഹസൻ എന്ന് പറഞ്ഞാൽ പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നേതൃത്വ ക്വാളിറ്റീസും ഉണ്ട്. പക്ഷേ ഈ ആൻ്റണി, ഉമ്മൻചാണ്ടി അവരുടെ ഫോഴ്സ് വന്നപ്പം ഇദ്ദേഹം കുറച്ച് പിന്നിലായിപ്പോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്താൽ എന്തുകൊണ്ട് കൊടുത്തൂടാ? അത് നമ്മൾ ആലോചിക്കണം. അപ്പം ഒരാൾ തണലിലായിരുന്നു, ലൈം ലൈറ്റിലില്ലായിരുന്നു, എല്ലായിടവും മൂന്നാമതാണ് നമ്മൾ ഹസൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ 3 ലീഡേഴ്സ് ഉണ്ടെങ്കിൽ മൂന്നാമതായിരിക്കും ഹസൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഹസൻ്റെ അടുത്ത് വേണം ആദ്യം ചോദിക്കേണ്ടത്, സീനിയോറിറ്റി വെച്ച്. ഹസൻ പണ്ട് മുതലേ ഉണ്ട്. ഇവരൊക്കെ വരുന്നതിന് മുമ്പേ ഹസനുണ്ട് പാർട്ടിയിൽ. അപ്പം ഹസന് എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ? അപ്പം ഞാൻ പറയുന്നത് ഹസന് തന്നെ ഒരു ചാൻസ് കൊടുക്കണം. ആലോചിക്കുന്നത് അതായത് പുതിയ കാലത്തിനനുസരിച്ച് പുതിയ നേർനിരയെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത കോൺഗ്രസിൽ തന്നെ രൂപപ്പെട്ടു വരുന്നുണ്ട്. കോൺഗ്രസിന് തന്നെ ഒരു മാറ്റം വേണം. എല്ലാം നമ്മളിപ്പോൾ ഒരാൾ ആ ആൾക്കപ്പുറം വേറെ ആരുമില്ലേ? അങ്ങനെ ഒരു
മാറ്റി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത വരണം കോൺഗ്രസിനകത്ത്. ഈ സുധാകരനെ കുറിച്ചുള്ള ഒരു പരാതി പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. നിരന്തരം പരിപാടികളിടുന്നു, കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. പിന്നെ അത് ബൂത്ത് തലമല്ലാതെ അതിനിടയ്ക്ക് ഒരു കമ്മിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത്തരം ചില കാര്യങ്ങളൊക്കെ പക്ഷേ നടന്നില്ല. പുനഃസംഘടന പോലും മര്യാദയ്ക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പം അദ്ദേഹം കരുത്തനായ നേതാവാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പലതും നേടാൻ കഴിയാതെ പോയി, നടക്കാതെ പോയി. അത് മാത്രമല്ല, ഓഫീസിൽ ഇദ്ദേഹത്തെ കിട്ടാനില്ല. ഓഫീസിൽ ഇദ്ദേഹം പോകാറില്ല. പക്ഷെ അവിടെയാണ് ഹസൻ്റെത്. ഹസൻ എല്ലാ ദിവസവും ഓഫീസിൽ കാണും. ഓഫീസിൽ ചെന്നാൽ ഹസനെ കണക്കുള്ള ഒരു നേതാവ് അവിടെ ഉണ്ടാവും. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ആക്സസിബിളായിട്ട് ഉള്ളൊരു നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഒരാൾ കാണും അവിടെ. മിക്കവാറും ഹസൻ അവിടെ കാണും. ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ ഓഫീസിൽ ചുമതല ഏൽപ്പിച്ചിട്ട് അവരുടെ അടുത്താണ് ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചെല്ലേണ്ടത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഇദ്ദേഹം ഇവിടെ ഇല്ല, എപ്പോഴും കണ്ണൂരാണ്. കണ്ണൂരിൽ അദ്ദേഹം അവിടെ വേണം. അദ്ദേഹം കണ്ണൂരിൽ വളരെ കരുത്തനായ നേതാവ് എന്നുള്ള നിലയിൽ കണ്ണൂരിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ സുധാകരനാണ്. കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, അദ്ദേഹം പ്രസിഡന്റായി വരുന്ന സമയത്ത് പ്രസിഡന്റ് ആകണം എന്നുള്ളൊരു ക്യാമ്പയിൻ ചെറുപ്പക്കാർക്കിടയിൽ, കോൺഗ്രസിലെ ചെറുപ്പക്കാർക്കിടയിൽ KS-നെ കൊണ്ടുവരണം, KS സുധാകരനെ കൊണ്ടുവരണം എന്നുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആവേശം ഉണ്ടായിരുന്നു. ആ ആവേശം നിലനിർത്താൻ സുധാകരന് കഴിഞ്ഞു. അതിന് നിലനിർത്താത്തതും സുധാകരൻ തന്നെയാണ്. കാരണം പഴയ സുധാകരനല്ല ഇപ്പോഴത്തെ സുധാകരൻ. പ്രായക്കുറവിന്റെ പ്രായക്കൂടുതലിന്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ആവാം. അല്ലാതെ വേറെ പിന്നെ അതേ മുസ്ലിം ലീഗിൻ്റെ അതിൽ എടുത്ത സ്റ്റാൻഡ്, മുസ്ലിം ലീഗിന് 3ാം സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ്, ഈവൻ K. മുരളീധരൻ വരെ വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ഇതിൽ നയപരമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഓർമ്മക്കുറവിൻ്റെ നാവ് പിഴയൊക്കെ അദ്ദേഹത്തിന് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ പുതിയ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ ആദ്യം പറയാം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെയാണ് കൂടുതലും നമുക്ക് കാണാൻ കിട്ടുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ധീര പോരാളിയാണ്. പക്ഷേ ഇത്തരത്തിലേക്ക് KPCC പ്രസിഡൻ്റായി കഴിഞ്ഞ് ഈ അടുത്ത ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചില മാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ കൂടുതൽ കൊണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹം ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല എന്ന് പോയിട്ട് വന്നതിന് ശേഷം പറഞ്ഞിട്ട്, വിദേശത്ത് വന്നതിന് ശേഷം പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ? അത് ബാധിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ആരോഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഒന്ന് തളർത്തുന്ന ഒരു സംഭവമാണ് ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ. പിന്നെയുള്ളത് ഹസനും ഓൾമോസ്റ്റ് സെയിം ഏജാണ്. സുധാകരൻ്റെ അതേ പ്രായത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. പക്ഷെ ഹസൻ നല്ല ചുറുചുറുക്കോടെ നിൽക്കുന്നു. അപ്പോൾ ഹസൻ നല്ല ചുറുചുറുക്കോടെ നിൽക്കുന്നു, സ്വീകാര്യതയുണ്ട്, നല്ലവണ്ണം ഇലക്ഷൻ്റെ ഇത് ആക്ടിങ് പ്രസിഡൻ്റായിട്ട് നല്ല ഒരു ഇതാണ് കാഴ്ചവെച്ചത്, പെർഫോമൻസ്. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഹസനായിക്കൂട? ഈ സുധാകരൻ അഥവാ കണ്ണൂരിൽ തോൽക്കുകയാണെങ്കിൽ അദ്ദേഹം KPCC പ്രസിഡന്റായി തിരികെ വരുമോ, അതോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ? അല്ല, രാഷ്ട്രീയ ഭാവി എവിടെ പോകാനുണ്ട്? രാഷ്ട്രീയ ഭാവി അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നേതൃനിരയിൽ എവിടെ അക്കോമഡേറ്റ് ചെയ്യാം, അതൊരു ചോദ്യചിഹ്നമാണ്. അത് ഹൈക്കമാൻഡ് തീരുമാനിക്കണം. ആ ഒരു കാര്യമാണ് അവിടെ എല്ലാ ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കുന്നത്, ഇവിടുത്തെ സ്ഥാനാർത്ഥികളും എല്ലാം. അപ്പോൾ ഹൈക്കമാൻഡ് എത്രമാത്രം ഇതായിട്ട് തീരുമാനിക്കും, അതനുസരിച്ചിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഹസനൊരു ചാൻസ് കൊടുക്കണം. കാരണം ഹസൻ അത്രമാത്രം ഈ പാർട്ടിക്ക് വേണ്ടി, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇന്നേ വരെ അദ്ദേഹം ഒരു സ്ഥാനവും ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ അദ്ദേഹം തൃപ്തനാണ്.
അത് അങ്ങനത്തെ ഒരു വളരെ അപൂർവം ഒരു ക്യാരക്ടറാണ് രാഷ്ട്രീയക്കാരിൽ. പിന്നെ ഒരു സ്ഥാനവും ചോദിക്കാതെ, സ്ഥാനമോഹിയല്ല. പിന്നെ കൊടുക്കുന്നതിൽ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചെയ്യാൻ ഒക്കുന്നതാണെങ്കിൽ ചെയ്യാൻ ഒക്കുമെന്ന് പറയും, അല്ലെങ്കിൽ ഒക്കാത്താണെങ്കിൽ എന്നെ കാരണം കൊണ്ട് ഒക്കില്ല, ക്ഷമിക്കണം എന്ന് വളരെ സൗമ്യതയോടെ പറയുന്ന നേതാവാണ് എം ഹാസൻ. ഈ വി.ഡി. സതീശൻ, കെ. സുധാകരനും നേരത്തെ ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ചെന്നിത്തല പറഞ്ഞത് ഉമ്മൻചാണ്ടിയും ഞാനുമായിരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് പുറമേ കാണിച്ചിട്ടില്ല, ഐക്യത്തോടെ പാർട്ടിയെ നയിക്കുന്നു എന്നതാണ് പുറമേ കൊടുത്ത സന്ദേശം. പക്ഷെ ഇവർ രണ്ടും ഈ നമ്മുടെ നമ്മളെ ചെറിയ ചലനങ്ങൾ പോലും ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനം. പഴയതുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും നിഷേധിക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് പത്രക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് അത് പത്രക്കാർ വളച്ചൊടിച്ചതാണ്. ഇപ്പം അങ്ങനെ ഒരു വളച്ചൊടിച്ചു എന്നുള്ള പ്രസ്താവന പോലും ആരും പറയാറില്ല. അതെ, പഴയ വിഷ്വൽ വരും. ഈ സുധാകരനും സതീശനും മാനസിക ഐക്യത്തിലാണോ? പലപ്പോഴും അവരുടെ പെരുമാറ്റമൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ മാഡത്തിൽ? അവർ രണ്ടുപേരും രണ്ട് ചിന്താഗതിയിലുള്ളവരാണ്. ഒരാൾ ഇത്തിരി അങ്ങ് പ്രോഗ്രസീവാണ്, എന്നാൽ പല കാര്യങ്ങളിലും സതീശൻ പിന്നോട്ടാണ്. അബദ്ധവശാൽ സുധാകരൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ വാസ്തവമായിരിക്കും. അബദ്ധവശാൽ സുധാകരന് ഒരു വീണ്ടും വിചാരമില്ലാതെ പറയുന്ന ഒരു കാര്യമായിരിക്കും. അത് വളരെ ആപ്റ്റും കറക്റ്റും ആയിരിക്കും. സതീശൻ ഇത്രയും ചർച്ചകളൊക്കെ നടത്തിയിട്ടാണോ വന്ന് മാധ്യമങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ പറയുന്നത്? സുധാകരൻ അങ്ങനെ സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കും. തോമസ് ഐസക്കിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത ആളാണ്. അതെ. എന്നാൽ കൂടിയും ഇദ്ദേഹത്തിൻ്റെ വായന ചില സമയത്ത് ഇങ്ങനെ പവിഴമുത്തുകൾ വീഴും. അതൊരു പൗരമത്ത് തന്നെയാണ്. ഇപ്പം എൻ്റെ എക്സാമ്പിൾ വെച്ച് എനിക്ക് പറയാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മേലിൽ CPM-ൻ്റെ ഒരു അറ്റാക്കും പാർട്ടിയുടെ അകത്തുനിന്നൊരു അറ്റാക്കും ഒക്കെ വന്ന സമയത്ത് പിന്നെ മോൻസൺ മാവുങ്കലിൻ്റെ ആ സമയത്തുമൊക്കെ പാർട്ടി എല്ലാം ഒന്നിച്ചായി, എല്ലാവരും സുധാകരൻ്റെ പിന്നിലായി. അങ്ങനെ വേണം പാർട്ടിയാവേണ്ടത്. എല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കണം, അല്ലാതെ ഭിന്നിച്ച് നിൽക്കരുത്. ഇതേ പ്ലാങ്കിലാണ് കർണാടകയിൽ അവർ ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത് ജയിച്ചത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇവർ രണ്ട് ഫാക്ഷൻസ് ആയിരുന്നു. ഇവിടെ എയും ഐയും കണക്ക്. പക്ഷെ അത് KC വേണുഗോപാലിൻ്റെ ബുദ്ധിയാണെന്ന് പറയുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നു നിന്നപ്പം ജയിച്ചു കോൺഗ്രസ്. അപ്പോൾ ഇവിടെയും നമുക്ക് കെ. സുധാകരൻ്റെ അദ്ദേഹം തിരികെ KPCC പ്രസിഡന്റ് ആകുമോ, അദ്ദേഹത്തിൻ്റെ സ്ഥാനം കോൺഗ്രസിൽ എന്തായിരിക്കും എന്നുള്ളത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.